എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോവും. മനസ്സിലായോടി? എന്റെ കൈന്ന് വിടടോ. എന്റെ മോനെ തൊടിലെന്ന് ഉറപ്പ് പറഞ്ഞാ നിന്റെ കയ്യാൻ വിടാം. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ മരണം തരും. എടോ, എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്കും തന്റെ കുടുംബത്തിനും. പത്മാവതി മാഡത്തിനോട് എത്ര കാലമായിട്ട് ഞാൻ പറയുന്നതാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മാഡം വർമ്മ സാറിന്റെ ഭാര്യയല്ലേ? മോളുടെ അമ്മയും ഇവിടെ തന്നെ താമസിക്കണം. സത്യം പറഞ്ഞ ഈ വർമ്മ സാർ എന്തൊരു മനുഷ്യനാ. വലിയ രാഷ്ട്രീയക്കാരന്റെ മന്ത്രിയായിരുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാറ് വളരെ നല്ല മനുഷ്യനാ. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അതാണ് സാക്ഷാൽ പ്രതാപവർമ്മ സാർ. പ്രതാപ, വഴക്കുണ്ടാക്കരുത്. ഒന്നും അറിയില്ല. എടോ നിന്നെ ഞാൻ പിടിച്ചു മാറ്റാൻ വിടാനല്ലേ പറഞ്ഞേ? കാര്യം എന്താന്ന് പറയടാ. അമ്മേന്റെ ഭാര്യ ഭാര്യയെ വാക്കോട്ട് പറയടാ. ഇവൻ ഇവളുടെ രഹസ്യ കാമുകനാ. എന്താണ് ഇവൻ പറഞ്ഞിട്ട് അമ്മ ഇവളെന്നെ കെട്ടിയത്? അല്ല, ഇതൊക്കെ ചതിയാ. ഇത് പച്ചക്കള്ള. നീ മിണ്ടരുത്. പറയടാ, ബാക്കി സത്യം കൂടി പറയടാ. ഇവളെന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് ഇവനോടൊപ്പം ജീവിക്കാനാണോ? അയ്യേ, മര്യാദ കേട്ട് പറയുന്നോ? എന്റെ മോൻ അത്രക്കാരനല്ല. നീ നിന്റെ സ്വഭാവം ഇവിടെ വിളിച്ച് പറയുന്നേ. ഇവനേക്കാൾ വൃത്തികെട്ടവള ഈ പെണ്ണ്. ഇവളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ. പണ്ട് രാജുവിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തപ്പോ അവൻ കരണം നോക്കി ഒന്ന് കൊടുത്തു. അതിന്റെ പ്രതികാരം ഇവിടെ വീട്ടുന്നേ. ഒരൊറ്റ ഒരെണ്ണം ഇവിടെ മിണ്ടി പോകരുത്. ഞാൻ ചോദിക്കട്ടെ അവളോട്. ഇവനെ ഞാനിന്ന് കൊല്ലും. അടങ്ങടാ. അവനെ കൊല്ലണോ വേണ്ടെന്നേ ഞാൻ തീരുമാനിക്കും. നിന്റെ ഭർത്താവിനെ ഈ വൃത്തികെട്ടവൻ തല്ലിയിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നേ? വരട്ടെ, ഞാൻ പ്രതികരിക്കാം. എടി, ഇങ്ങോട്ട് വാടി. നീയാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. ഇവൻ പറഞ്ഞത് സത്യമാണോ? എടി, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ഈ രാജുവും നീയും തമ്മിൽ എന്താ ബന്ധമെന്ന്? രാജുവും ഞാനും തമ്മില് ഒത്തിരി വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. രാജു പറഞ്ഞിട്ടാ ഞാൻ ഇവിടേക്ക് വന്നതും ദീപുവിനെ കല്യാണം കഴിച്ചത്. ഇത് നുണയാ. ഇവക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ഇത് ചതിയാ. നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കല്ലേ? നിർത്തടാ. ഇവള് ബാക്കിയോട് പറയട്ടെ. ദീപുവായിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴാ രാജു ഒരു ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്കിപ്പോ ദീപുവിനെ ഇഷ്ടം. പക്ഷെ രാജു ഇപ്പോഴും എന്നെ ശല്യം ചെയ്യുക. ഇവള് പറയുന്ന കേട്ടാൽ അറിഞ്ഞൂടെ കള്ളമാണെന്ന്.
ഇവള് കള്ളിയാ. നിങ്ങളെല്ലാവരും കൂടെ എന്റെ മോനെ മനഃപൂർവ്വം ചതിക്കുന്നതാ. ഇവളുടെ കാരണം നോക്കി രണ്ട് പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാൻ ചെയ്യട്ടെ, അപ്പൊ പറയും ഇവള് സത്യം. എന്റെ ജീവിതം തകർത്ത ഇവനെ ഞാൻ വേണ്ട. ദീപക്കേ, അവനെ, ദീപക്കേ. എടാ, മാറ്. നീ എന്റെ മകനെ തല്ലുവല്ലേടാ? ഹാ? തുടരുന്നവന് തൊട്ടാ താനെന്നെ എന്ത് ചെയ്യടോ? ഇനി എന്റെ കുഞ്ഞിനെ തൊട്ടാ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് വലിച്ചു കീറും. നിന്റെ മകനെ തീർക്കും. എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോവും. മനസ്സിലായോടി? എന്റെ കയ്യിന്ന് വിടടോ. എന്റെ മോനെ തൊടിലെന്ന് ഉറപ്പ് പറഞ്ഞാ നിന്റെ കയ്യാൻ വിടാം. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ മരണം തരും. എടോ, എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്കും തന്റെ കുടുംബത്തിനും. നീ ഇപ്പൊ പറഞ്ഞ് തെറ്റിപ്പോയിടേ. നിന്നേക്കാൾ അന്തസ്സുണ്ടടി നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്. ഡോ, എന്റെ ചേച്ചിയുടെ കൈ വിടോ. ഇവരുടെ കൈ ഞാൻ തൽക്കാലം വിടാം. പക്ഷേ ഇനി എന്റെ മോന്റെ നേരെ കൈവയ്ക്കുക, ഇവളുടെയോ എന്റെ മോന്റെ കൈ ഉയർന്നാൽ ഇവിടെ ഒന്നല്ല 2 കൊലപാതകം നടക്കും. സാറിന് അറിയാലോ ഈ വേണുവിനെ. ആ പഴയ വേണുവിനെ ഇപ്പോഴും. പണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഗുണ്ടകളെ തല്ലിച്ചതച്ചിട്ടുണ്ട്. താനിപ്പോ കയറി പിടിച്ച ഒരു സ്ത്രീയാണ്. കൊല്ലാൻ വരുന്ന ഒരു സ്ത്രീയായ പിന്നെ കൈയിട്ട് നിൽക്കണോ?